ഇല്ലൂട്ടൻ്റെ കൂടുതലായിട്ടുള്ള വീഡിയോസ് കാണിക്കുമോ, ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമോ എന്നൊക്കെ ഇൻസ്റ്റയിൽ കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. ഇല്ലൂട്ടനെയാണ് കൂടുതൽ ഇതിനകത്ത് കാണിച്ചേക്കട്ടെ. എൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇല്ലൂട്ടൻ ഞാൻ എണ്ണിട്ട് പുറകിന് രാവിലെ എൻ്റെ പുറകിന് അങ്ങ് എണ്ണിട്ടു. എന്നിട്ട് രാവിലെ എണ്ണിട്ട് ആര്യം ചെയ്യേണ്ട കൂടെ കുറച്ച് കളിയൊക്കെ ആയിട്ട് അത് കഴിഞ്ഞപ്പോൾ അവൾക്കിപ്പോൾ ഒരു ബ്രഷ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് 4 പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് ബ്രഷ് കൊടുത്തു. അതിലെപ്പോഴും കളിയാണ്. അത് ഒരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഇങ്ങനെ എടുത്ത് വായിലോട്ട് വെക്കുന്നതാണ്. പച്ചവെള്ളം കുടിക്കാനുള്ള പരിപാടിയാണ്. കൂടുതൽ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പിന്നെ അതും വായി വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. ബ്രഷ് മാത്രമേ അനങ്ങാറുള്ളൂ. അവൾക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലൂട്ടൻ്റെ പല്ല് തേപ്പിൻ്റെ. അപ്പോൾ ജസ്റ്റ് അവൾക്ക് അങ്ങനെ അറിയത്തില്ല. പിന്നെ എല്ലാവരും തുപ്പുന്ന കാണുമ്പോൾ പോയിരുന്നു തുപ്പുകയൊക്കെ ചെയ്യേ. അവൾ അവിടെ നിന്ന് കളിക്കുന്ന സമയം നോക്കി ഞാൻ കുറുക്കുണ്ടാക്കാൻ പോകണമെങ്കിൽ ഇല്ലെങ്കിൽ സമ്മതിക്കത്തേ ഇല്ല. കാലേ വന്ന് പിടിച്ച് വലിച്ച് പിന്നെ അവളെ എടുത്തിട്ട് വേണം കുറുക്കുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്ന കൂവപ്പൊടി കേട്ടോ. കൂവപ്പൊടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കില്ല, കഴിക്കുന്നെങ്കിൽ കുറച്ച് കൂവപ്പൊടി കഴിക്കും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പനങ്കൽക്കണ്ടവും കൂടി ഇട്ട് നമ്മൾ കട്ട് ചെയ്യാതിരിക്കാൻ കൈകൊണ്ട് കുറച്ചൊന്ന് ഇളക്കിയിട്ട് ഞാൻ ഗ്യാസിൽ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് തോന്നുന്നു ഇത്രയും ലോങ് ആയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. അവിടെ ഇവിടെയുള്ള ആംഗിളിലൊക്കെ വെച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അത് കുറച്ചൊന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചൂടുവെള്ളം അവിടെ ഇരിപ്പുണ്ട്. അതും കൂടെ കുറച്ച് ഒഴിച്ചിട്ട് അവൾക്ക് കുറുക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നും കൂവപ്പൊടിയല്ല, എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടെന്ന് എന്നും ഏതൊക്കെയാണ് കൊടുക്കുന്നതെന്ന്. കൂവപ്പൊടിയും ഏത്തക്കപ്പൊടി ഇപ്പം കുറച്ച് നിർത്തി വെച്ചേക്കാണ്. പിന്നെ പഞ്ഞിപ്പുല്ല്, അമൃതം പൊടിയൊക്കെ വലിയ താല്പര്യമില്ല. അപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിൽ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്ത് അവിടെയൊക്കെ നടക്കുക, പശു പട്ടി അങ്ങനെയൊക്കെ കാണിക്കുക, ഇല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും പരസ്യം കാണിക്കുക, അങ്ങനെയൊക്കെയാണ് അവളെ കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് താഴോട്ട് അവിടെ അങ്ങനെ ആളൊഴിഞ്ഞ ഏരിയയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, അവളെയും കൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവളിങ്ങനെ ഇവിടെ എപ്പോഴും പശുവും പോത്തുമൊക്കെ കാണും. അപ്പോൾ അത് പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ എല്ലാം അങ്ങ് ദൂരെ കെട്ടിയേക്കുമായിരുന്നു. എന്നാലും അത് വരുന്നു എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിച്ചു. പിന്നെ അവൾ അടുത്തുണ്ടെങ്കിൽ നല്ലപോലെ കഴിക്കും. നമ്മുടെ ഇതിൻ്റെ അടുത്തൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അവൾ നല്ലപോലെ കഴിക്കും. അവിടെ നിന്ന് ഞങ്ങൾ വിയർത്ത് വിളിച്ച് വന്ന് ഞങ്ങൾ വേണ്ട ആനിമൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്, ഇനി അതിനെങ്കിലും കാണിച്ചു കൊടുക്കാമെന്ന് വെച്ച് അതും ഇല്ല. എന്നാലും തിരിച്ച് ഓക്കാനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാലും കുഴപ്പമില്ല, എങ്ങനെയൊക്കെ കുത്തിക്കയറ്റി കുറച്ച് കൊടുക്കും. പിന്നെ ഞാൻ രാവിലത്തേക്ക് പുട്ടൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഇല്ലൂട്ടനെ കുളിപ്പിച്ച്, ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലൂട്ടനെ കുളിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇല്ലൂട്ടനെ കുളിപ്പിച്ച് അവൾക്ക് ഉച്ച കഴിഞ്ഞൊന്ന് ഉറങ്ങും. അതുകൊണ്ട് ഞാൻ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കും. ആ ഉറങ്ങുന്ന ടൈമിൽ മഴ ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാറില്ല. ഞാനും അടുത്തുണ്ടല്ലോ, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇല്ലൂട്ടന് ക്യാമറ കണ്ടു, ഫോൺ ഇരിക്കുന്ന കണ്ടു. അങ്ങനെ അവൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം തിരിഞ്ഞുപോയി. പിന്നെ ടാറ്റയും തരും, പിന്നെ ഉമ്മയും തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേട്ടോ എൻ്റെ ഇല്ലുവിൻ്റെ ഓരോ ദിവസമൊക്കെ. എനിക്ക് കൂടുതൽ എന്തായാലും സ്ഥിരം എന്തെങ്കിലും വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്നേഹിച്ച് അവിടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അത് തോളയിലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ തോളയിലൊക്കെ ഇട്ട് കൊടുത്തു. വലിയ കുട്ടികളുടെ തൊട്ട് തോളയിൽ ഇട്ടൊക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും. നല്ല രസം അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ടൈം. എൻ്റെ ഡേയ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ഓർമ്മ പോലും ഇല്ല, ഏതാ ദിവസം എന്ന് പോലും ഓർമ്മയില്ല. പിന്നെ ശനിയും ഞായറും ക്ലാസ് എടുക്കുന്നതുകൊണ്ട് വെള്ളിയാഴ്ച ഈ ഒന്ന് ശനി ആയോ എന്ന് വരെ ചിന്തിച്ചു പോകും. കാരണം പെട്ടെന്ന് പോകും ഇല്ലു ഉള്ളതുകൊണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇല്ലുവിനെ ഉറക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഇല്ലുവിനെ ഉറക്കാൻ ഞാൻ അപ്പുറത്തെ കട്ടിലിലോട്ട് കൊണ്ടുവന്നു. അവൾ പട്ടി ആയിട്ടൊക്കെ ഭയങ്കര കളിയാണ്. അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഇല്ലുവിൻ്റെ കൂടുതൽ വീഡിയോസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഇല്ലൂസിൻ്റെ കൂടുതൽ എടുത്ത് വെച്ചേക്കുന്നത്. എന്നോട് എപ്പോഴും പറയാം എല്ലാവരും ഇല്ലുവിൻ്റെ വീഡിയോസ് ഇട്ട് തരുമോ കുറച്ച് ലോങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ്ട് ഭിത്തിയിൽ നിന്ന് ഏതാണ്ട് എടുത്തിട്ട് പട്ടിക്കിടെ വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനെ കടിക്കുക എന്തൊക്കെയോ ഭയങ്കര ദേഷ്യമാണ്. ബൊബ്ബോന്ന് ഞാൻ അതിനെ കാണിച്ച് പറയുമ്പോഴത്തേക്കും അവൾക്കങ്ങ് ദേഷ്യം, അതിനെ കടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ ഉറങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചെന്നെങ്കിൽ ഞാൻ പോയി എണ്ണയൊക്കെ തേക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ എണ്ണ തേക്കുന്നുണ്ട്. ഞാൻ പാരച്യൂട്ടിൻ്റെ ആയുർവേദിക്കും തേക്കാറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നുകൊണ്ട് അത് കൊണ്ടുവന്നില്ല. അപ്പോൾ അവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത് നോർമലാണ്. അപ്പോൾ അത് ഒന്ന് തേച്ചു. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ 2-3 വട്ടമായിട്ട് നമ്മുടെ റോസ്മേരി വാട്ടറും അതേപോലെ തന്നെ കറ്റാർ വാഴയൊക്കെ തേച്ച് അങ്ങനെ കെയർ ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ ഒരു 1 മന്തായിട്ട് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് മുടിയുടെ ഇതിന് കുറച്ച് ഊരലൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇല്ലൂട്ടൻ ഉറങ്ങി. ഞാൻ പോയി കുളിച്ചു. തുണിയില്ല, എൻ്റെ ഇല്ലൂട്ടൻ്റെ തുണിയൊക്കെ കഴുകിയിടുക. ചേച്ചി നേരത്തെ കുളിച്ച് തുണിയൊക്കെ അവിടെ കഴുകിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അയയൊക്കെ ഫില്ലായതുകൊണ്ട് തന്നെ പിന്നെ എപ്പോൾ നമുക്ക് ദൂരോട്ട് മാറ്റി ഇടാൻ പറ്റത്തില്ല, കാരണം എപ്പോൾ വേണേലും മഴ പെയ്യാം. അങ്ങനെ ഞാനെല്ലാം വിരിച്ചിട്ടേക്കാണ്.
പിന്നെ ഞാനും ചേച്ചിയും കൂടെ ചക്കക്കുരു ഒക്കെ ഉച്ചക്കത്തേക്ക് റെഡിയാക്കാനുള്ളത് ബാക്കിയൊക്കെ നമുക്ക് തലേന്നത്തെ ഇരിപ്പുള്ളതുകൊണ്ട് ചൂടാക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഇല്ലുതേ ഉറക്കം എണ്ണിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നത്. പാദസരം ഉള്ളതുകൊണ്ട് അനങ്ങുമ്പോഴേ അറിയാം, അപ്പോഴേ ഞാൻ ഓടി ചെല്ലും, അല്ലാതെ കിടത്തിയിട്ട് പോരാനേ പറ്റത്തില്ല. എപ്പോഴാണ് ഉരുണ്ട് അവൾ പണി ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. കിലുക്കം കേൾക്കുമ്പോഴേ ഓടി ചെല്ലും. ചിലപ്പോൾ ഞാൻ അവിടെ തന്നെ അങ്ങ് ഇരിക്കും. അങ്ങനെ അവളെ എണ്ണിട്ട് അവൾക്ക് ദേ വെള്ളമൊക്കെ കൊടുക്കുകയാണ്. വെള്ളവും പാലും ഒക്കെ ചേച്ചിയുടെ കയ്യിൽ വെള്ളം ഇരിപ്പുണ്ട്, എൻ്റെ കയ്യിൽ പാലിരിപ്പുണ്ട്. അപ്പോൾ അതും ഇതും ഓരോ സിപ്പ് വീതം അടിച്ച് നടക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബിസ്ക്കറ്റ് എടുത്തു. അവളങ്ങനെ കഴിക്കത്തില്ല, ബിസ്ക്കറ്റൊന്നും അങ്ങനെ കഴിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ചുമ്മാ ഷോയ്ക്കെടുത്ത് വെച്ചേക്കുക കയ്യിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉച്ചക്കത്തേക്ക് ഞാൻ ചോറുണ്ടു, അവൾ കഴിക്കാൻ കൊടുത്തിട്ട് കഴിച്ചില്ല. പിന്നെ ഞാൻ ചോറുകൊണ്ടിരുന്നപ്പം അവൾ ടി വിയൊക്കെ കണ്ട് പരസ്യം കണ്ടാൽ മതി ആൾക്ക്, വേറെ ഒന്നും വേണ്ട, കാർട്ടൂണൊന്നും വേണ്ട. ഞങ്ങൾക്ക് പരസ്യവും അതുപോലെ ഇങ്ങനെ പശു അതിനെയൊക്കെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടെന്ന് അത്ര ആശ്വാസം. അങ്ങനെ പിന്നെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ദേ ആര്യൻ ചേട്ടൻ വന്നു. ആര്യനെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക, കടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഇളക്കമാണ്. അങ്ങനെ പിന്നെയും അവന് തേയിലുള്ള ഇട്ട് കൊടുത്തപ്പം അവൾക്കും വേണമെന്ന് പറഞ്ഞ് ഞാൻ അല്ലാതെ ഇച്ചിരി വെള്ളം തേയിലുള്ളവും ചായയൊക്കെ കൊടുക്കുന്നത് ഞാൻ മാക്സിമം ഒഴിവാക്കും അവൾക്ക്. എന്നാലും ഞാൻ കാണാതെ ആരെങ്കിലുമൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് ബിസ്ക്കറ്റ് ഏതാണ്ടൊക്കെ അവൾക്ക് പൊടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വൈകിട്ട് ദേ കുറുക്കെടുത്ത് ഇന്ന് എന്തായാലും നമ്മുടെ പോത്ത് അടുത്ത് തന്നെ കെട്ടിയിട്ടുള്ളതുകൊണ്ട് അവൾ എന്തായാലും ആ കുറുക്ക് മൊത്തം കഴിച്ചു. ഇല്ലെങ്കിൽ കുറേ പാട് വേണ്ട വന്നേനെ. എന്തായാലും പെട്ടെന്ന് തന്നെ കഴിച്ച. ഇതാണെങ്കിൽ ഈ അപ്പൂപ്പൻ വരുന്ന ദൂരേന്ന് കാണുമ്പോഴേ ആൾ ചാടി ചെളിക്കകത്തും വെള്ളത്തിനകത്തൊക്കെ കിടക്കുമായിരിക്കും, ചാടി എണ്ണിട്ട് നല്ല മര്യാദ കുട്ടനായിട്ടിരിക്കും. പക്ഷെ പട്ടി പൂച്ച അതൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പോത്ത് പശുവൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ആദ്യമായിട്ടായിരുന്നു ഞാൻ കാണിക്കുന്നത്. ഭയങ്കര സ്നേഹമല്ലേ അവർക്കൊക്കെ, ദൂരേന്ന് കാണുമ്പോഴേ ഭയങ്കര തലയാട്ടി ഭയങ്കര കൊഞ്ചലൊക്കെയാണ്. അതിങ്ങി ഇല്ലൂട്ടനെ മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇടിപ്പിച്ച് പിന്നെ ഞാനും ചേച്ചിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളാരും ചായ കുടിക്കുന്ന പതിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. വെളിയിൽ സിറ്റ് ഔട്ടിൽ നല്ല കാറ്റുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നല്ല മഴ വന്ന് നമ്മുടെ തുണി മൊത്തം നനഞ്ഞു. അതെടുത്തിട്ടു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വീഡിയോ എടുക്കാൻ നിന്നിരുന്നെങ്കിൽ എപ്പോഴേ പോയേനെ. അങ്ങനെ സന്ധ്യ ആയപ്പോഴത്തേക്കും അച്ചച്ചൻ വേണ്ട ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അച്ചച്ചൻ്റെ അടുത്തിരുന്ന് ഇനി അച്ഛനോട് കുറച്ച് കൊഞ്ചലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ അപ്പാന്ന് അപ്പൂപ്പന്മാരെ എല്ലാം വിളിക്കുന്നത്. അപ്പോൾ അപ്പം എൻ്റെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കൊഞ്ചുണ്ട്. പിന്നെ അച്ചച്ചൻ ഞങ്ങൾക്ക് ഉള്ളിവട ഏത്തയ്ക്കപ്പം ഒക്കെ കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ ചോറുണ്ടായിരുന്നു, അതും എടുക്കാൻ പറ്റിയില്ല. ഉച്ചക്കത്തെ കറിയൊക്കെ തന്നെ ഉള്ളായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചോറുണ്ട്. അപ്പോൾ കുട്ടികൾ നേരത്തെ ഉറങ്ങി, ഞങ്ങളും പുറകെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ചേച്ചിയുടെ വീട്ടിൽ ഒരു കുഞ്ഞു ദിവസം. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.